ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ ഒരു ചോദ്യവും ഉത്തരവും കേരളത്തെ സംബന്ധിച്ച് പ്രസക്തമാണ്. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറുമോ? ഇത് കേരളത്തിൽ വീണ്ടും ചർച്ചയായിട്ടുണ്ട്. മാധ്യമങ്ങളെല്ലാം മാറും എന്ന വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട്. പകരം ആര് എന്നതിനുള്ള ഉത്തരവും നൽകിയിട്ടുണ്ട്. അത് ബെന്നി ബെഹനാനോ ആന്റണിയോ ആയിരിക്കും എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. അടൂർ പ്രകാശും അതേപോലെ കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. പക്ഷെ എങ്ങും എത്തിയില്ല. അടൂർ പ്രകാശിന് വലിയ ആഗ്രഹമുണ്ട്, കൊടിക്കുന്നിൽ സുരേഷിനും വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ കോൺഗ്രസ് പരിഗണിക്കുന്നത് ബെന്നി ബെഹനാനെയോ ആന്റണിയോ ആണ്. കാരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയാൻ കഴിയുന്ന ക്രൈസ്തവ സമൂഹം കോൺഗ്രസിൽ നിന്ന് മെല്ലെ മെല്ലെ അകന്നു പോവുകയും BJPയോട് അടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ. അത് ഒന്ന് കുറക്കാൻ, അതല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകളെ കോൺഗ്രസിനോടൊപ്പം ചേർത്ത് നിർത്താൻ ഒരു ക്രൈസ്തവ പ്രസിഡന്റ് വരട്ടെ KPCCക്ക് എന്ന നിലപാട് AICC എടുത്തിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കോൺഗ്രസ് നേതാക്കൾ അത് സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ പരസ്യമായി സമ്മതിക്കുന്നില്ല എന്ന് മാത്രം. അതിന്റെ ഉദാഹരണമാണ് KC വേണുഗോപാൽ നൽകിയ അഭിമുഖം. ഒരു ചോദ്യവും ഒരു ഉത്തരവും മാത്രം പരിശോധിച്ചാൽ മതി. കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നറിയാൻ. നോക്കൂ, ചോദ്യം ഇങ്ങനെയാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ അഴിച്ചുപണി എങ്ങനെയാവും? ഇതാണ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യം, മാതൃഭൂമി പ്രതിനിധിയുടെ ചോദ്യം. ഉത്തരം ഇങ്ങനെയാണ്: അത് നിങ്ങൾ പറയുന്നതാണ്. കേരളത്തിനു വേണ്ടി മാത്രമായി ഒരു അഴിച്ചുപണി കോൺഗ്രസിനില്ല. ദേശീയ തലത്തിലുള്ള പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എവിടെയൊക്കെ അഴിച്ചുപണി വേണമോ അവിടെ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞതാണ് വാർത്തയാക്കുന്നത്. കേരളത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യും. കേരളം മുഴുവൻ അഴിച്ചുപണിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ ആവശ്യം വന്നാൽ ചെയ്യും. ഇതാണ് പറഞ്ഞിരിക്കുന്ന ആദ്യ ചോദ്യവും ഉത്തരവും. അതിൽ അവസാനത്തെ 2 വരികളാണ്: കേരളത്തിൽ ചെയ്യണമെങ്കിൽ അഴിച്ചുപണി ചെയ്യണമെങ്കിൽ ചെയ്യും. കേരളം മുഴുവൻ അഴിച്ചുപണി എന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരളം മുഴുവൻ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിൽ അഴിച്ചുപണി ഉണ്ടാകും, അത് കേരളത്തിൽ മുഴുവൻ ഉണ്ടാകില്ല എന്നർത്ഥം. അതിനുശേഷം പറയുന്ന മറ്റൊരു വാചകമുണ്ട്: കേരളത്തിൽ ആവശ്യം വന്നാൽ ചെയ്യും എന്ന് വെച്ചാൽ ഉറപ്പിച്ചു പറയുകയാണ്, ആവശ്യം വന്നാൽ ചെയ്യും. കേരളത്തിൽ ഒരു പുനഃസംഘടന വരും, അതല്ലെങ്കിൽ വരില്ല എന്ന് അത്തരമൊരു സാധ്യതയില്ല. കേരളത്തിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. KC വേണുഗോപാലിന് KC വേണുഗോപാൽ മലയാളിയാണ്. അതോടൊപ്പം തന്നെ AICCയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, ഒരു പുനഃസംഘടനയുമില്ല. കേരളത്തിലെ കോൺഗ്രസ് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നില വെച്ച് തന്നെ ഒരു ഇലക്ഷനെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറയാതെ വേണമെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞു വെക്കുന്നു എന്നതാണ്. അതിനുശേഷം മറ്റൊരു ചോദ്യമുണ്ട്. അതാണ് സുപ്രധാനമായ ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്: അപ്പോൾ KPCC അധ്യക്ഷൻ മാറില്ലേ? അദ്ദേഹം തുടരുമോ? കെ സുധാകരൻ തുടരുമോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. അതിന് മറുപടി ഇങ്ങനെയാണ്: അത്തരം കാര്യങ്ങൾ പറയാനല്ലല്ലോ AICC തീരുമാനമെടുക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ കേരളവുമായി ബന്ധിപ്പിക്കരുത്. എന്ന് വെച്ചാൽ കെ സുധാകരൻ മാറുന്നില്ല എന്ന ചോദ്യമാണ്. മാറുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, അത്തരം കാര്യങ്ങൾ പറയാനല്ല AICC തീരുമാനമെടുക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല. പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ കേരളവുമായി ബന്ധിപ്പിക്കരുത് എന്ന് പറയുന്നു KC വേണുഗോപാൽ. എന്ന് വെച്ചാൽ KC വേണുഗോപാലിന് ആ ചോദ്യത്തിന് ഒരു ഉത്തരം കൃത്യമായി പറയാമല്ലോ. ചോദ്യം ഇങ്ങനെയാണ്: അപ്പോൾ KPCC അധ്യക്ഷൻ മാറില്ല എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയാം? മാറില്ല, മാറാനുള്ള സാധ്യതയില്ല, ഒരു മാറ്റവും വേണ്ട. കേരളത്തിൽ KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരും എന്ന് പറയാമല്ലോ. അത് എന്തുകൊണ്ട് പറഞ്ഞില്ല KC വേണുഗോപാൽ? അതിനർത്ഥം ഒരു സംശയവും വേണ്ട, കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറും. അതേക്കുറിച്ച് പറയേണ്ട സമയമല്ലല്ലോ ഇത്. കേരളത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യത്തിൽ നിന്ന് ഒന്ന് മാറിപ്പോകാനാണ് ശ്രമിക്കുന്നത് KC വേണുഗോപാൽ. എന്തിന്? ഉറപ്പാണ് കെ സുധാകരൻ മാറും. മാറില്ല എന്ന് പറയാനുള്ള അധികാരമുള്ള ആളാണ്.
കെ.സി. വേണുഗോപാൽ. കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, കെ സുധാകരൻ ഇപ്പോൾ മാറില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല കെ.സി. വേണുഗോപാൽ എന്നതിനർത്ഥം കെ സുധാകരന്റെ കസേര ആടുകയാണ് എന്നത് തന്നെയാണ്. കേരളത്തിലെ പ്രധാന വിഭാഗം, കോൺഗ്രസിലെ ഒരു പ്രധാന വിഭാഗം അങ്ങനെ തന്നെ കെ സുധാകരൻ മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായും വലിയ ആയുസൊന്നും കെ സുധാകരന് ഇല്ല. അത് തന്നെ ഒന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഈ അഭിമുഖത്തിൽ കെ.സി. വേണുഗോപാൽ ചെയ്യുന്നത്.